Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 25 മാർക്കിൻ്റെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 25 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് റൈറ്റ് ദ ആൻസർ. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. പാസേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസേജ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് വായിച്ച് നോക്കുക. നമുക്കറിയുന്ന നമ്മുടെ പാഠഭാഗം തന്നെയാണ് അവിടെ പാസേജായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് ഡാഷ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്: നിയർ എ പോണ്ട്, നിയർ ദ പാലസ്, നിയർ എ ഹോസ്പിറ്റൽ, നിയർ എ പാർക്ക്. അപ്പോൾ ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. Then second question, what kind of a man was the farmer? Lazy, tired, hardworking, rude. മൂന്നാമത്തെ ചോദ്യം, what did the farmer buy with his earnings? നാലാമത്തെ ചോദ്യം, where did the farmer hide the gold coin? അഞ്ചാമത്തെ ചോദ്യം, which is the word used to describe the brightness of the gold coin? അപ്പോൾ ഈ 5 ചോദ്യത്തിൻ്റെയും ആൻസേഴ്സ് ഈ ഒരു പാസേജ് വായിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. റിഡിൽസ് ആണ്. സം റിഡിൽസ് ആർ ഗിവൺ ബിലോ. റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. അപ്പോൾ അവിടെ കുറച്ച് റിഡിൽസ് തന്നിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 റിഡിൽസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഐ ആം എ ഡോഗ്, ഐ ആം ഡൊറോത്തീസ് പെറ്റ്, ക്യാൻ യു ഫൈൻഡ് മൈ നെയിം. നമുക്കറിയാം അല്ലേ, നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ ഐ ഹാവ് എ മാജിക് സ്റ്റിക്ക്, ഐ ഹെൽപ്ഡ് ഡൊറോത്തി ടു റീച്ച് ഹെർ ഹോം ബാക്ക്, ഹൂ ആം ഐ. മൂന്നാമത്തത്, ഐ ആം ഇൻ ദ സ്കൈ, ഐ ഹാവ് 7 കളേഴ്സ്, ക്യാൻ യു ഫൈൻഡ് മീ. നാലാമത്തെ ക്വസ്റ്റ്യൻ, യു കനോട്ട് സീ മീ ബട്ട് യു ക്യാൻ ഫീൽ മീ, ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്, ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ, ഹു ആം ഐ. അഞ്ചാമത്തെ ചോദ്യം, ഐ എം എ ഫുഡ്, സാഷാസ് ഫേവറേറ്റ് ഫുഡ്, ഷീ ബ്രോട്ട് ഇറ്റ് ടു ഹർ സ്കൂൾ, ക്യാൻ യു ഫൈൻഡ് മൈ നെയിം. 5 ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് കൂടുതലും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ദെൻ ആക്ടിവിറ്റി 3 പിക്ചർ ഡിസ്ക്രിപ്ഷൻ. Sasha brought Unniyappam from her home. She is so happy to distribute it in the class. Describe the below picture in your own words. ഓക്കെ, അപ്പോൾ താഴെ തന്ന ചിത്രം നിങ്ങൾ വിശദീകരിച്ചതിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പിക്ചർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള പിക്ചർ തന്നെയാണ്. ഓക്കെ, ഇതിനും 5 മാർക്ക് തന്നെയാണ്. ദെൻ ആക്ടിവിറ്റി 4 കോൺവെർസേഷൻ. The Munchkin thanked Dorothy and invited her to join the party, but she didn't join the party and asked them to help her to go back to her village. Munchkin said her to meet the Wizard of Oz, and she met the wizard. What would be the likely conversation between Dorothy and the wizard? അപ്പോൾ മഞ്ച്കിൻ ഡൊറോത്തിയോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും അവളെ പാർട്ടിയിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല, ആ പാർട്ടിയിൽ പോയില്ല. അവൾ എന്താ ചോദിച്ചത്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ എന്നെ സഹായിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് മഞ്ച്കിൻസ് എന്ത് പറഞ്ഞത്, വിസാർഡിനെ കാണാൻ, ഓസിലെ വിസാർഡിനെ കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ കണ്ടു. അപ്പോൾ അവിടെ അവർ തമ്മിൽ, വിസാർഡും ഡൊറോത്തിയും തമ്മിൽ പറയാൻ സാധ്യതയുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിനും 5 മാർക്കാണ്. ദെൻ അതിൻ്റെ എഴുതേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ആക്ടിവിറ്റി 5 പോസ്റ്റർ. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസ് ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ആർ ഹാംഫുൾ. ഡിസൈൻ എ പോസ്റ്റർ എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റിനെതിരെയുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ പോസ്റ്ററിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റി. 5 ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് നോക്കാം. ഇനി നമുക്ക് ആൻസർ പാർട്ടിലോട്ട് പോവാം, ആൻസറിലേക്ക് പോവാം. ഇതാണ് ആക്ടിവിറ്റി 1ൻ്റെ ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. നിങ്ങൾ എഴുതിയതും ഇതിൽ പറഞ്ഞിട്ടുള്ള ആൻസർ പാർട്ടിൽ കൊടുത്തിട്ടുള്ള ആൻസർ കീ കൊടുത്തിട്ടുള്ളതും ശരിയാണോ എന്ന് നോക്കാം. ആക്ടിവിറ്റി 2 റിഡിൽസിൻ്റെ ആൻസേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ആക്ടിവിറ്റി 3 പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഇത് തന്നെയെന്നല്ല, ഇതുപോലെ നിങ്ങൾക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതിനുള്ള ടിപ്സും നമ്മുടെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അതൊന്ന്
എടുത്ത് കാണാം. ദെൻ കോൺവെർസേഷനാണ്, വിസാർഡും ഡൊറോത്തിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കുറച്ച് മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാർക്ക് ഇടുക. ദെൻ 5th വൺ പോസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പോസ്റ്ററല്ല, ഇതുമായി ബന്ധപ്പെട്ട് തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് 5 മാർക്ക് അത് നിങ്ങളുടെ ചിത്രത്തിനനുസരിച്ച് നിങ്ങളുടെ പോസ്റ്ററിനനുസരിച്ച് മാർക്കിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ളതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ വേർഷൻസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ, സ്കൂൾ ഡയറീസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതിൽ ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.